മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഫുട്ബോൾ കളിക്കിടെയുണ്ടായ സംഘർഷത്തിന് പിന്നാലെ വൈരാഗ്യം തീർക്കാൻ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം എന്ന് പരാതി. അരക്കുപറമ്പ് സ്വദേശികളാണ് പരാതി നൽകിയത്. പ്രതികൾ അപകടം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് പോലീസ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ഗൂഗിൾ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ? ഗൂഗിൾ. ഉന്മേഷ്, ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഒരു സംഘം ആളുകൾ കാറിൽ പിന്തുടർന്നെത്തി 3 പേരെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാഹനത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നാട്ടുകൽ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷമീൽ, മുഹമ്മദ് ഇർഫാൻ, സൽമാനുൽ ഫാരിസ് എന്നിവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് 8 സംഘത്തിന്റെ അക്രമം ഉണ്ടായിട്ടുള്ളത്. നാട്ടുകൽ തന്നെ സ്വദേശിയായിട്ടുള്ള റാഷിദ് ഉൾപ്പെടെയുള്ള 8 പേരാണ് ഇത്തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി വന്നിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. താഴേക്കോട് വെച്ചിട്ടായിരുന്നു ആദ്യം ഇവർ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഒരു വെള്ളക്കാർ എത്തിയ സംഘം ഈ 3 പേർ സഞ്ചരിച്ച വാഹനത്തെ കുറുകെയിട്ട് വടിവാളും കത്തിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. ഇവരെ വലിച്ച് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനം സെൻട്രൽ ലോക്ക് ആയതിനാൽ പുറത്തിറക്കാൻ സാധിച്ചില്ല. പിന്നീട് അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു പോയ സമയത്ത് പ്രതികളായിട്ടുള്ള ആളുകൾ ബൈക്കിൽ പിന്തുടർന്നെത്തി വീണ്ടും ഇവരുടെ വാഹനത്തെ ആക്രമിക്കുകയായിരുന്നു. അവർ അവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത് മറ്റൊരു കാറിലെത്തി ഇവർ സഞ്ചരിച്ച കാർ ഇടിച്ച് 3 തവണ മലക്കം മറിഞ്ഞൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ ചില സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായതായി പെരിന്തൽമണ്ണ പോലീസ് പറയുന്നുണ്ട്. 2 മാസം മുമ്പ് ഫുട്ബോൾ കളിക്കിടെ ഇവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്തതിനുള്ള വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ ഈ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായതായിട്ടാണ് പറയുന്നത്. എന്തായാലും ഈ പരിക്കുപറ്റിയ ആളുകൾ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരിന്തൽമണ്ണ പോലീസ് എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.